നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. പിബിക്ക് നൽകിയ കത്ത് മകൻ ചോർത്തി എന്ന ആരോപണത്തിൽ നിയമ നടപടിയുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പരാതി നൽകിയ മുഹമ്മദ് ഷേർഷാദിന് വക്കീൽ നോട്ടീസ്. പരസ്യ പ്രതികരണം അവഹേളനത്തിനും മാനഹാനിക്കും കാരണമായി എന്ന് MV ഗോവിന്ദൻ. CPM വ്യക്തമായ മറുപടി പറയണമെന്ന് കോൺഗ്രസും BJPയും. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. സുപ്രീം കോടതി മുൻ ജഡ്ജി B സുദർശന റെഡ്ഡി ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി. NDA സ്ഥാനാർത്ഥി മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ. വോട്ട് കൊള്ളയിലും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും ചർച്ച ആവശ്യപ്പെട്ട് പാർലമെന്റിന് അകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിലെ സമയപരിധിയിൽ സുപ്രീം കോടതിയുടെ നിലപാട് നിർണായകം. രാഷ്ട്രപതിയുടെ റഫറൻസിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും വാദം പൂർത്തിയായി. റഫറൻസിന് പിന്നിൽ കേന്ദ്രമെന്നും വിധി മറികടക്കാൻ ശ്രമമെന്നും കേരളം. രാഷ്ട്രപതിയുടെ റഫറൻസ് നിലനിൽക്കില്ല എന്ന് തമിഴ്നാട്. ഭരണഘടനാപരമായ കാര്യമെന്നും രാഷ്ട്രപതിക്ക് അധികാരമുണ്ടെന്നും കേന്ദ്രം. വേനലവധിക്ക് ശേഷം സ്കൂളുകൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ യാത്ര സുരക്ഷിതമാക്കാനുള്ള നിർദ്ദേശങ്ങളുമായി ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. വേനലവധിക്ക് ശേഷം സ്കൂൾ തുറക്കുക ഓഗസ്റ്റ് 25-ന്. സമാധാന പ്രഖ്യാപനമില്ലാതെ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച. അമേരിക്ക റഷ്യ യുക്രൈൻ ത്രികക്ഷി സമ്മേളനത്തിന് തീരുമാനം. യുക്രൈന് ഭാവിയിൽ സുരക്ഷ ഉറപ്പു നൽകാൻ ധാരണ. ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. സൂര്യകുമാർ യാദവ് നായകൻ. ശുഭ്മൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ. മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ. യശ്വസി ജയ്സ്വാളും ശ്രേയസ് അയ്യരും പുറത്ത്. ഏകദിന ലോകകപ്പിനും ഓസ്ട്രേലിയൻ ഏകദിന പരമ്പരയ്ക്കുമുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനെയും പ്രഖ്യാപിച്ചു. ഹർമൻ പ്രീത് കൗർ നയിക്കും. മലയാളി താരം മിന്നുമണിയും ഷെഫാലി വർമ്മയും ടീമിലില്ല. CPM പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ കത്ത് ചോർന്ന സംഭവത്തിൽ തനിക്കും തന്റെ മകനുമെതിരായ ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷേർഷാദിന്റെ ആരോപണങ്ങളിൽ മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പരസ്യ പ്രതികരണങ്ങൾ പൊതുജന മധ്യത്തിൽ അവഹേളനത്തിനും മാനഹാനിക്കും കാരണമായി. 3 ദിവസത്തിനകം ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയാത്ത പക്ഷം നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് നോട്ടീസിൽ വ്യക്തമാക്കുന്നത്. CPM പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി ചോർന്ന സംഭവത്തിലാണ് ചെന്നൈയിലെ വ്യവസായി മുഹമ്മദ് ഷർഷാദ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മകൻ ശ്യാംജിത്തിനുമെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത്. പോളിറ്റ് ബ്യൂറോ സംസ്ഥാന സമിതിക്ക് കൈമാറിയ കത്ത് ചോർത്തി നൽകിയത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് ആണെന്നായിരുന്നു മുഹമ്മദ് ഷർഷാദ് പത്ര ദൃശ്യ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ആരോപിച്ചത്. MV ഗോവിന്ദൻ അടക്കമുള്ള CPMലെ പല നേതാക്കളും ലണ്ടനിലെ വ്യവസായി രാജേഷ് കൃഷ്ണയുടെ ബിനാമികളാണെന്നും മുഹമ്മദ് ഷർഷാദ് ആരോപണം ഉന്നയിച്ചു. ഇതിലൂടെ തനിക്കും തന്റെ കുടുംബത്തിനുമുണ്ടായ മാനഹാനി ചൂണ്ടിക്കാണിച്ചാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മുഹമ്മദ് ഷർഷാദിന് നോട്ടീസ് അയച്ചത്. നോട്ടീസ് ലഭിച്ച് 3 ദിവസത്തിനകം പത്ര ദൃശ്യ ഓൺലൈൻ മാധ്യമങ്ങളിൽ നിന്നും വാർത്തകൾ പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയണമെന്നും അല്ലാത്തപക്ഷം നിയമ നടപടി സ്വീകരിക്കുമെന്നും നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അരനൂറ്റാണ്ട് പിന്നിടുന്ന തന്റെ പൊതുപ്രവർത്തനത്തിന്റെ പ്രതിച്ഛായയ്ക്കും വിശ്വാസത്തെയുമാണ് ആരോപണങ്ങൾ ബാധിച്ചതെന്നും നോട്ടീസിൽ പറയുന്നു. മുഹമ്മദ് ഷർഷാദ് മുമ്പ് ഓൺലൈൻ മീഡിയ വഴി നടത്തിയ ഇതേ ആരോപണത്തിൽ തെറ്റ് ഏറ്റുപറഞ്ഞുകൊണ്ട് 2024 മെയ് 17-ന് പാർട്ടിക്കയച്ച കത്തിനെക്കുറിച്ചും നോട്ടീസിൽ പരാമർശമുണ്ട്. മുഹമ്മദ് ഷർഷാദിന്റെ ആരോപണങ്ങൾക്കെതിരെ പ്രവാസി വ്യവസായി രാജേഷ് കൃഷ്ണയും മാനനഷ്ടത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ചെന്നൈ വ്യവസായി PBക്ക് നൽകിയ പരാതി ചോർന്ന വിവാദം പാർട്ടി നേതൃത്വത്തെ ഞെട്ടിച്ചെങ്കിലും അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് പാർട്ടിയുടെ നീക്കം. CPM നേതാക്കൾ വിവാദത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തി. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വിഷയം രാഷ്ട്രീയ ആയുധമാക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസും BJPയും. കത്ത് വിവാദം അസംബന്ധമാണെന്നും പ്രതികരിക്കാനില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കിയതോടെ CPM നേതാക്കളും പ്രതികരണവുമായി എത്തി. വിവാദത്തെ പുച്ഛിച്ചു തള്ളുന്നുവെന്നാണ് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചത്. പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ടാണ് MV ഗോവിന്ദൻ ആക്രമിക്കപ്പെടുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഒരു കത്ത് ചോർന്നിട്ടില്ല, ആരും ചർച്ച ചെയ്തിട്ടില്ല. സംസ്ഥാന സെക്രട്ടറി ഒന്നുമില്ല. ഇത്ര സത്യസന്ധനായ മനുഷ്യൻ കേരള രാഷ്ട്രീയ രംഗത്ത് ഇന്ന് ജ്വലിച്ചിരിക്കുന്ന മനുഷ്യനാണ്. ഗോവിന്ദൻ മാഷയെ പറ്റി എന്ത് ധാരണപക്ഷ ആർക്കുള്ള എതിരാളികൾക്കുണ്ടോ? കത്ത് ചോർച്ചയിൽ പ്രതികരിക്കാനില്ലെന്ന് ബിനോയ് വിശ്വം. തനിക്ക് മാധ്യമങ്ങളിൽ കണ്ട അറിവ് മാത്രമേ ഉള്ളൂ എന്നും അതിനാൽ പ്രതികരിക്കുന്നില്ല എന്നും പറഞ്ഞു. എല്ലാം പത്രവാർത്തകളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോട്
അശേഷ സ്നേഹമില്ലാത്ത തരം കിട്ടുമ്പോഴെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഒന്ന് കൊച്ചാക്കാനോ കുത്താനോ ശ്രമിക്കുന്ന പത്രങ്ങൾ ഞാൻ പലതും വായിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുവാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ്. കത്ത് വിവാദത്തിൽ CPM മറുപടി പറയുന്നില്ലെന്ന് VD സതീശൻ ആരോപിച്ചു. CPM ഉത്തരമുട്ടി നിൽക്കുകയാണ് എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതികരിച്ചു. ഒരാളും ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഏറ്റവും ഗുരുതരമായ ആരോപണമുള്ളത് പാർട്ടി സെക്രട്ടറിയുടെ മകന് നേരെയാണ്. അദ്ദേഹം ഈ ആരോപണത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. CPM അതിൽ ഉത്തരം മുട്ടി നിൽക്കുകയാണ്. ആ രേഖകളിലും അതിലുന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങളും നിഷേധിക്കാൻ CPM പാർട്ടിക്ക് കഴിയില്ല. ആരോപണങ്ങളെ അവഗണിച്ചാൽ ശക്തമായ സമരം നടത്തുമെന്ന് K മുരളീധരനും പറഞ്ഞു. അതിനെ അവഗണിക്കുക എന്നാണ് CPM തീരുമാനമെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള സമരവുമായി പ്രതിപക്ഷം മുന്നോട്ട് പോകും. പരാതി ഒറിജിനലാണോ വ്യാജമാണോ എന്ന് പറയേണ്ടത് CPM ആണെന്ന് BJP ജനറൽ സെക്രട്ടറി MT രമേശ്. സർക്കാർ പദ്ധതികളിൽ വിദേശ കമ്പനികളെ ഉൾപ്പെടുത്തി കള്ളപ്പണം വെളുപ്പിക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്നും MT രമേശ് ആരോപിച്ചു. വിദേശ വ്യവസായികളുടെ കള്ളപ്പണം വെളുപ്പിക്കുവാൻ സംസ്ഥാന സർക്കാർ കൂട്ടുനിൽക്കുകയാണ്. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് അമൃത TV. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് B സുദർശന റെഡ്ഡി പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ചേർന്ന ഇന്ത്യ സഖ്യ യോഗമാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനാണ് NDA സ്ഥാനാർത്ഥി. വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിയെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചത്. DMK MP തിരുച്ചി ശിവ, ISRO മുൻ ശാസ്ത്രജ്ഞൻ മയിൽസ്വാമി അണ്ണാദുരൈ, തുഷാർ ഗാന്ധി എന്നീ പേരുകൾ മറികടന്നാണ് മുൻ ജസ്റ്റിസിലേക്ക് പ്രതിപക്ഷം എത്തിയത്. കോൺഗ്രസാണ് സുദർശൻ റെഡ്ഡിയുടെ പേര് മുന്നോട്ട് വെച്ചത്. മറ്റു പേരുകൾ എതിർപ്പറിയിച്ച തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെ ഈ പേരിന് പിന്തുണ പ്രഖ്യാപിച്ചു. സഖ്യത്തിന്റെ ഭാഗമല്ല എങ്കിൽ കൂടിയും ആം ആദ്മി പാർട്ടിയും സുദർശൻ റെഡ്ഡിയെ പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. मुझे खुशी होती है कि सभी अपोजिशन पार्टी एक होकर एक नाम पे अगर मिल के लड़ने के लिए तैयार है तो ये बहुत बड़ा अचीवमेंट डेमोक्रेसी का और लोकतंत्र का है. 1946 ജൂലൈ 8 ആന്ധ്രാപ്രദേശിലാണ് സുദർശൻ റെഡ്ഡിയുടെ ജനനം. 1971 ഹൈദരാബാദിലെ ആന്ധ്രാപ്രദേശ് ബാർ കൗൺസിലിൽ അഭിഭാഷകനായി ചേർന്നു. 1995 മെയ് 2 ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ സ്ഥിരം ജഡ്ജിയായി നിയമിതനായി. പിന്നീട് 2005 ഡിസംബർ 5 ഗുവാഹത്തി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായും 2007 മുതൽ 2011 ജൂലൈ 8 വരെ സുപ്രീം കോടതി ജഡ്ജിയായും പ്രവർത്തിച്ചു. ഗോവ ലോകായുക്തയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പൊതുസ്ഥാനാർത്ഥിയായി CP രാധാകൃഷ്ണനെ പിന്തുണയ്ക്കണമെന്ന BJP നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. 21 സുദർശൻ റെഡ്ഡി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിധിക്കെതിരെ രാഷ്ട്രപതി നൽകിയ റഫറൻസിന്മേൽ സുപ്രീം കോടതിയിൽ വാദം തുടങ്ങി. റഫറൻസിന് പിന്നിൽ കേന്ദ്രമെന്ന് കേരളം പറഞ്ഞു. അതേസമയം റഫറൻസ് നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് തമിഴ്നാടിന്റെ വാദം. എന്നാൽ റഫറൻസ് നൽകാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ടെന്നും സമയപരിധി നിശ്ചയിച്ചതിന്റെ ഭരണഘടനാ സാധുത പരിശോധിക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടു. ബില്ലുകൾ ഒപ്പിടാതെ വൈകിപ്പിക്കുന്ന ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് തമിഴ്നാട് നൽകിയ ഹർജിയിലാണ് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ 3 മാസത്തെ സമയപരിധി സുപ്രീം കോടതി നിശ്ചയിച്ചത്. ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതായിരുന്നു വിധി. പിന്നീട് ഗവർണർക്കെതിരെ കേരളം നൽകിയ ഹർജിയിലും ഇതേ വിധി പ്രാബല്യത്തിൽ വന്നു. ഇതോടെയാണ് കേന്ദ്രവും രാഷ്ട്രപതി ഭവനും സുപ്രീം കോടതി വിധി ചോദ്യം ചെയ്തത്. വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം നൽകിയപ്പോൾ രാഷ്ട്രപതി റഫറൻസ് നൽകുകയാണ് ഉണ്ടായത്. 14 കാര്യങ്ങളിൽ വ്യക്തത തേടിയാണ് രാഷ്ട്രപതി റഫറൻസ് നൽകിയത്. റഫറൻസിന്മേൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും കേന്ദ്രത്തിന്റെയും വാദമാണ് നടന്നത്. രാഷ്ട്രപതിയുടെ റഫറൻസ് കേന്ദ്ര സർക്കാരിന്റേതാണെന്നും സുപ്രീം കോടതി വിധി മറികടക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്നും കേരളത്തിനു വേണ്ടി വാദിച്ച മുതിർന്ന അഭിഭാഷകൻ KK വേണുഗോപാൽ പറഞ്ഞു. രാഷ്ട്രപതിയുടെ റഫറൻസ് നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് തമിഴ്നാടിന്റെ വാദം. 2-അംഗ ബെഞ്ചിന്റെ വിധിയെ റഫറൻസിലൂടെ പുനഃപരിശോധിക്കാനാകില്ല. എന്നാൽ റഫറൻസ് അയക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് എന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. മുൻപും ഇത്തരത്തിൽ റഫറൻസുകൾ നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനായി AGയും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുമാണ് ഹാജരായത്. ഭരണഘടനാ അനുച്ഛേദം 200, 201 എന്നിവ പ്രകാരമാണ് ഗവർണറും രാഷ്ട്രപതിയും ബില്ലുകളിന്മേൽ വിവേചനാധികാരം ഉപയോഗിക്കുന്നത്. അതിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. ഈ സമയപരിധി ഏർപ്പെടുത്തണമെങ്കിൽ അനുച്ഛേദം തന്നെ ഭേദഗതി ചെയ്യേണ്ടി വരുമെന്നാണ് കേന്ദ്ര സർക്കാർ വാദം. ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മധ്യവേനൽ അവധിക്ക് ശേഷം സ്കൂളുകൾ തുറക്കാനിരിക്കെ ദുബായിലെ സ്കൂൾ ബസ് ഡ്രൈവർമാർക്കുള്ള നിർദ്ദേശങ്ങൾ ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പുറപ്പെടുവിച്ചു.
വേനൽ അവധിക്ക് ശേഷം ഓഗസ്റ്റ് 25-നാണ് UAE-യിലെ വിദ്യാലയങ്ങൾ തുറക്കുന്നത്. വേനലവധിക്ക് ശേഷം സ്കൂളുകൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ യാത്ര സുരക്ഷിതമാക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പുറത്തിറക്കിയത്. സ്കൂൾ ബസ് ഓപ്പറേറ്റേഴ്സ്, ഡ്രൈവർമാർ, സൂപ്പർവൈസർമാർ എന്നീ വിഭാഗങ്ങളിലുള്ളവർക്ക് നിർദ്ദേശങ്ങളുണ്ട്. സ്കൂൾ അധികാരികളും സ്കൂൾ ബസ് ഓപ്പറേറ്റർമാരും ബസ്സുകളുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തണം. അത്യാവശ്യം വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ബസ്സുകളിൽ ഉറപ്പാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സ്കൂൾ ബസ്സുകളിലെ സുരക്ഷാ മുൻകരുതലുകൾ ഉറപ്പാക്കാനുള്ള പ്രത്യേക സംഘത്തിന്റെ പരിശോധന കൃത്യമായി നടക്കുമെന്നും ദുബായ് RTA അറിയിച്ചു. ഡ്രൈവർമാർ ഉൾപ്പെടെ ബസ് ജീവനക്കാർക്കുള്ള പരിശീലന പരിപാടികൾ നടത്തണമെന്നും RTA ബസ് ഓപ്പറേറ്റർമാർക്ക് നിർദ്ദേശം നൽകി. സ്കൂൾ ബസ് ഓപ്പറേറ്റർമാർ കുട്ടികളുടെ രക്ഷിതാക്കളുമായി നിരന്തര സമ്പർക്കം ഉണ്ടായിരിക്കുക, ഡ്രൈവർമാരുടെയും സൂപ്പർവൈസർമാരുടെയും നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾ അനുസരിക്കുക, ഡ്രൈവർമാർ ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിക്കുക എന്നീ നിർദ്ദേശങ്ങളും ദുബായ് RTA പുറത്തിറക്കിയിട്ടുണ്ട്. ഈ മാസം 25-നാണ് UAE-യിലെ വിദ്യാലയങ്ങൾ വേനലവധിക്ക് ശേഷം തുറക്കുക. അമൃത ന്യൂസ്, ദുബായ്. പാലിയേക്കര ടോൾ പ്ലാസ കേസിൽ ദേശീയപാത അതോറിറ്റിക്ക് തിരിച്ചടി. ടോൾ നിർത്തിവെക്കാൻ ഉത്തരവിട്ട ഹൈക്കോടതി വിധിക്കെതിരെ ദേശീയപാത അതോറിറ്റി നൽകിയ അപ്പീൽ സുപ്രീം കോടതി തള്ളി. 4 ആഴ്ച ടോൾ പിരിക്കൽ തടഞ്ഞ ഹൈക്കോടതി വിധിയിൽ ഇടപെടാനില്ലെന്നും കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, NHAക്ക് തിരിച്ചടി. ടോൾ നിർത്തിവെക്കാൻ ഉത്തരവിട്ട ഹൈക്കോടതി വിധിക്കെതിരെ അവർ പോയ അപ്പീൽ ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗോപിക, ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഏറ്റവും നിർണായകമായ ഉത്തരവ്. ഹൈക്കോടതിയാണ് നേരത്തെ പാലിയേക്കലിലെ ടോൾ നിരോധിച്ചുകൊണ്ട് 4 ആഴ്ച നിർത്തിവെച്ചുകൊണ്ട് ഒരു വിധി പുറപ്പെടുവിച്ചത്. അതിനെതിരെയാണ് ദേശീയപാത അതോറിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചത്. ആ ഹർജി നേരത്തെ പരിഗണിക്കുകയും സുപ്രീം കോടതിയിൽ വാദം കേൾക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ സമയത്തും അതിശക്തമായ വിമർശനമാണ് കമ്പനിക്കെതിരെയും കരാർ കമ്പനിക്കെതിരെയും ദേശീയപാത അതോറിറ്റിക്കെതിരെയും സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായത്. മോശം റോഡിന് എന്തിനാണ് ജനങ്ങൾ ടോൾ നൽകുന്നത് എന്നുള്ളതായിരുന്നു പ്രധാനമായും സുപ്രീം കോടതി ചോദിച്ചത്. മാത്രമല്ല, എത്ര മണിക്കൂറാണ് ജനങ്ങൾ ഇങ്ങനെ കാത്തു കിടക്കുന്നത്, ആംബുലൻസ് അടക്കം ഇങ്ങനെ കാത്തു കിടക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് കേരളത്തിലുള്ള മാധ്യമങ്ങളുടെ അടക്കം റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞത്. അതിനുശേഷമാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. ഏതായാലും ഈ ഹൈക്കോടതി വിധി അത് സ്റ്റേ ചെയ്യാൻ ഈ ഘട്ടത്തിൽ സുപ്രീം കോടതി തയ്യാറായില്ല. മാത്രമല്ല, ആ നിലവിലുള്ള സാഹചര്യം 4 ആഴ്ച ടോൾ പിരിക്കേണ്ട എന്നുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് തുടരുകയും ചെയ്യും. ഒപ്പം തന്നെ ഹൈക്കോടതിയുടെ ഇപ്പോൾ മേൽനോട്ടത്തിൽ ഗതാഗത സുഗമമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ട്. നിരീക്ഷണമടക്കം ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ നിരീക്ഷണങ്ങൾ തുടരാനുള്ള ഒരു ഉത്തരവ് കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്ത് അത്തരമൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് പിൻവലിക്കണം, മറ്റു കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ അത് ഹൈക്കോടതിയെ തന്നെ സമീപിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റിക്ക് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ശരി, ഡൽഹിയിൽ നിന്നും KK പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. ലോകം ഉറ്റുനോക്കിയ ട്രംപ് സെലൻസ്കി ഉച്ചകോടിയിൽ സമാധാന പ്രഖ്യാപനം ഉണ്ടായില്ല. വെടിനിർത്തൽ അടക്കമുള്ള കാര്യങ്ങളിലും ധാരണയായില്ല. അതേസമയം ചർച്ചകൾ ഫലപ്രദമായാണ് അവസാനിച്ചതെന്ന് ട്രംപ് പ്രതികരിച്ചു. സമാധാന ശ്രമങ്ങൾക്ക് സെലൻസ്കി നന്ദി അറിയിക്കുകയും ചെയ്തു. ഉറപ്പ് നൽകാൻ ധാരണയായി. യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഇതിൽ പങ്കുവഹിക്കും. ചർച്ചയ്ക്കിടെ 40 മിനിറ്റോളം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചു. ഭൂമി വിട്ടുകൊടുക്കൽ അടക്കമുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി സെലൻസ്കി പുടിൻ നേർക്കുനേർ കൂടിക്കാഴ്ച ഒരുക്കുമെന്ന് ട്രംപ് അറിയിച്ചു. വേദി പിന്നീട് തീരുമാനിക്കും. റഷ്യ ഉക്രൈൻ നേർക്കുനേർ ചർച്ചയെന്ന ആശയത്തെ പുടിൻ അംഗീകരിച്ചെന്ന് നേതാക്കൾ വ്യക്തമാക്കി. ഉപാധികളില്ലാതെ ചർച്ചയ്ക്ക് തയ്യാറെന്ന് സെലൻസ്കിയും അറിയിച്ചു. അതേസമയം സമാധാന ശ്രമങ്ങൾക്ക് സെലൻസ്കി നന്ദി അറിയിച്ചു. വെടിനിർത്തൽ അടക്കം ചർച്ച ചെയ്യുന്നതിനായി അമേരിക്ക, റഷ്യ, ഉക്രൈൻ ത്രികക്ഷി സമ്മേളനം നടത്തും. എന്നാൽ ആദ്യം വെടിനിർത്തൽ വേണമെന്ന് ജർമ്മനിയും ഫ്രാൻസും ചർച്ചയിൽ ആവശ്യപ്പെട്ടു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഉൾപ്പെടെയുള്ള ലോക നേതാക്കളും ചർച്ചയിൽ പങ്കെടുത്തു. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അലാസ്കയിൽ നടന്ന പുടിൻ ട്രംപ് ഉച്ചകോടിക്ക് ശേഷമാണ് ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച നടന്നത്. ഫെബ്രുവരിയിൽ നടന്ന സെലൻസ്കി ട്രംപ് കൂടിക്കാഴ്ച വാക്കുതർക്കത്തിൽ കലാശിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയ്ക്കായി പണം ശേഖരിക്കുന്നുവെന്ന പ്രചാരണം വ്യാജമെന്ന് വിദേശകാര്യ മന്ത്രാലയം. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിൽ പണം അയക്കണമെന്ന് KA പോളിന്റെ പോസ്റ്റിനാണ് വിശദീകരണം നൽകിയിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ട് നമ്പർ ഉൾപ്പെടെയുള്ള പോസ്റ്റ് വ്യാജമാണെന്ന് സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ. അക്കൗണ്ട് നമ്പർ സഹിതമാണ് X പ്ലാറ്റ്ഫോമിലെ KA പോളിന്റെ പോസ്റ്റ്. 8.3 കോടി രൂപ ആവശ്യമെന്നാണ് പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്.
ചികിത്സയ്ക്കായി സിനിമയിൽ നിന്ന് അവധിയെടുത്ത മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഡോക്ടർമാർ. താരം വീണ്ടും സിനിമയിൽ സജീവമാകാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആവേശത്തോടെയാണ് ആരാധകർ ഈ വാർത്ത ഏറ്റെടുത്തത്. ഇന്ന് രാവിലെയോടെയാണ് എല്ലാ ടെസ്റ്റുകളുടെയും ഫലങ്ങൾ പുറത്തു വന്നത്. മമ്മൂട്ടിയുടെ രോഗസൗഖ്യം സൂചിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ ആദ്യം പോസ്റ്റിട്ടത് നിർമ്മാതാവ് ആൻഡോ ജോസഫ് ആയിരുന്നു. ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥന ഫലം കണ്ടു. ദൈവമേ നന്ദി എന്നായിരുന്നു ആൻഡോ ജോസഫിന്റെ പോസ്റ്റ്. നിമിഷനേരം കൊണ്ട് ആരാധകർ പോസ്റ്റ് ഏറ്റെടുത്തു. മോഹൻലാൽ മമ്മൂട്ടിക്ക് മുത്തം കൊടുക്കുന്ന പഴയൊരു ചിത്രമാണ് പങ്കുവച്ചത്. മമ്മൂട്ടിയുടെ രോഗമുക്തിയിൽ സന്തോഷം പ്രകടിപ്പിച്ചുള്ള പോസ്റ്റുകളായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയയിൽ മുഴുവനും. മന്ത്രിമാരും ദേശീയ നേതാക്കളും അടക്കം മമ്മൂട്ടിയുടെ തിരിച്ചുവരവിൽ കുറിപ്പുകളിട്ടിട്ടുണ്ട്. ചെന്നൈയിലെ ചികിത്സയ്ക്ക് ശേഷം മമ്മൂട്ടി കേരളത്തിലേക്ക് ഉടൻ തിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. സെപ്റ്റംബറിൽ മഹേഷ് നാരായണൻ സിനിമയിൽ ജോയിൻ ചെയ്യുമെന്ന് താരത്തോടടുത്തുള്ള വൃത്തങ്ങൾ അറിയിച്ചു. നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവലാണ് തിയേറ്ററിലെത്തുന്ന അടുത്ത മമ്മൂട്ടി ചിത്രം. ന്യൂസ് ഡെസ്ക് അമൃത TV. കുവൈറ്റിൽ ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ച 244 കുട്ടികളെ അറസ്റ്റ് ചെയ്തു. ഇവരെ എല്ലാവരെയും ജുവനൈൽ പ്രോസിക്യൂഷന് കൈമാറി. ഇതിൽ കഴിഞ്ഞയാഴ്ച മാത്രം 39 പേരെയാണ് ട്രാഫിക് പോലീസ് പിടികൂടിയത്. ലൈസൻസ് ഇല്ലാതെ വാഹനമോടിക്കുന്ന കുട്ടികളെ ലക്ഷ്യമിട്ടാണ് പ്രധാനമായും പരിശോധനകൾ നടന്നത്. കുടുംബങ്ങളുടെ അശ്രദ്ധ, സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന ആഡംബര ഡ്രൈവിംഗ് സംസ്കാരം, പ്രത്യേകിച്ചും രാത്രികാലങ്ങളിൽ അപകടങ്ങളെക്കുറിച്ചുള്ള അവബോധമില്ലായ്മ, വേനൽ അവധി തുടങ്ങിയവ ഈ പ്രശ്നത്തിന് പ്രധാന കാരണങ്ങളായി അധികൃതർ ചൂണ്ടിക്കാട്ടി. കുവൈറ്റിൽ തൽക്ഷണ പണം അയക്കൽ സംവിധാനമായ വാംഡ് സേവനത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് നിരവധി കൃത്രിമ ഇടപാടുകൾ നടത്തിയതായി കണ്ടെത്തി. കുവൈറ്റ് സെൻട്രൽ ബാങ്ക് അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത്. പണം അയക്കലിന് നിശ്ചയിച്ച ദൈനംദിന പരിധിയിൽ കൃത്രിമം കാണിച്ചുകൊണ്ടാണ് അനധികൃത ഇടപാടുകൾ നടത്തിയത്. വാംഡ് സേവനം റദ്ദാക്കുകയും വീണ്ടും രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുക, അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിംഗ് സേവനം റദ്ദാക്കുകയും വീണ്ടും സജീവമാക്കുകയും ചെയ്യുക തുടങ്ങിയ രീതികളിലൂടെയാണ് ചില ഉപഭോക്താക്കൾ പരിധിയിൽ കവിഞ്ഞ ഇടപാടുകൾ നടത്തിയത്. ഈ സാഹചര്യത്തിൽ തൽക്ഷണ പേയ്മെന്റ് സേവന പദ്ധതിയായി കുറിച്ച് സെൻട്രൽ ബാങ്ക് രാജ്യത്തെ ബാങ്കുകൾക്ക് ഔദ്യോഗിക സർക്കുലർ ഇറക്കി. പരിധി കവിഞ്ഞ ഇടപാടുകൾ നടത്തുന്നത് തടയുന്നതിനായി വാംഡ സംവിധാനം ക്രമീകരിക്കുവാനും ദൈനംദിന പരിധികളിലേക്ക് മടങ്ങുന്നതിന് ഉചിതമായ സംവിധാനം സ്ഥാപിക്കുവാനും പരിധികൾ ലംഘിക്കുന്ന ഉപഭോക്താക്കൾ നടത്തുന്ന പണക്കൈമാറ്റം ഉടൻ തന്നെ റദ്ദാക്കുവാനും സെൻട്രൽ ബാങ്ക് പുറപ്പെടുവിച്ച നിർദ്ദേശത്തിൽ ആവശ്യപ്പെട്ടു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ജീവനക്കാർക്ക് ലഹരി ഉപയോഗ പരിശോധന നിർബന്ധമാക്കുന്നു. ഇത് സംബന്ധിച്ച് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അധികൃതർ വിമാനത്താവളത്തിൽ പ്രവർത്തിക്കുന്ന ചില കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നൽകുന്ന ലൈസൻസുകൾ കൈവശമുള്ള എല്ലാ വ്യക്തികൾക്കും പരിശോധന ബാധകമായിരിക്കും. മദ്യം, മയക്കുമരുന്ന്, മറ്റ് ലഹരി വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗം സംബന്ധിച്ച സമഗ്രമായ പരിശോധനയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു അംഗീകൃത മെഡിക്കൽ അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ ആയിരിക്കും പരിശോധന നടത്തുക. ഈ മാസം മുതൽ പരിശോധന നടപ്പിലാക്കും. ബന്ധപ്പെട്ട ജീവനക്കാരിൽ ആരെങ്കിലും ആവശ്യമായ പരിശോധനകൾക്ക് വിധേയരാകാൻ വിസമ്മതിക്കുന്ന സാഹചര്യത്തിൽ ഫലം പോസിറ്റീവായി കണക്കാക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിൽ മയക്കുമരുന്ന് കടത്താൻ ശ്രമം നടത്തിയ ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥനും കസ്റ്റംസിലെ ഒരു ജീവനക്കാരനും ഒരു പലസ്തീൻ സ്വദേശിയും അറസ്റ്റിലായി. 8 ബാഗുകളിൽ നിന്ന് ഏകദേശം 1.3 ദശലക്ഷം ദിനാർ വില വരുന്ന 319 മയക്കുമരുന്ന് പാക്കറ്റുകൾ കണ്ടെത്തി. ആരും നിയമത്തിന് അതീതരല്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. പ്രാദേശിക ജലാശയങ്ങളുടെ നിയന്ത്രണം ശക്തിപ്പെടുത്തുന്നതിനും കള്ളക്കടത്ത് ചെറുക്കുന്നതിനും മയക്കുമരുന്നിന്റെ അപകടങ്ങളിൽ നിന്ന് സമൂഹത്തെ സംരക്ഷിക്കുന്നതിനുമുള്ള പരിശോധന രാജ്യത്ത് ഉടനീളം ശക്തമാക്കി. കുവൈറ്റിൽ പൊതുസ്ഥലങ്ങളിൽ ഭക്ഷ്യമാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്ക് പരിസ്ഥിതി സംരക്ഷണ പൊതുസമിതിയുടെ മുന്നറിയിപ്പ്. പക്ഷികൾക്കും പൂച്ചകൾക്കും ഭക്ഷണം നൽകുന്നതിന്റെ ഭാഗമായി പൊതുസ്ഥലങ്ങളിൽ ചിലർ ഭക്ഷ്യവസ്തുക്കൾ വലിച്ചെറിയുന്നതായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. നിർദ്ദിഷ്ട പാത്രങ്ങളിൽ ഒഴികെ പൊതുസ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം കുറ്റകരമാണ്. നിയമലംഘനങ്ങൾ നടത്തുന്നവർക്കെതിരെ 500 ദിനാർ വരെ പിഴ ചുമത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി.
സൗദി അറേബ്യയും സിറിയയും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി സിറിയൻ പ്രതിനിധി സംഘം ഇന്നലെ റിയാദ് സന്ദർശിച്ചു. സിറിയ സാമ്പത്തിക വ്യവസായ മന്ത്രി ഡോക്ടർ മുഹമ്മദ് അൽ ഷഹറിന്റെ നേതൃത്വത്തിലാണ് സംഘം സൗദി സന്ദർശനം നടത്തിയത്. കഴിഞ്ഞ മാസം ഡമാസ്കസിൽ സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷഹറിന്റെ അധ്യക്ഷതയിൽ നടന്ന സൗദി സിറിയൻ നിക്ഷേപ ഫോറത്തിന്റെ തുടർച്ചയാണ് ഈ സന്ദർശനം. ഫോറത്തിൽ 100-ലേറെ സൗദി കമ്പനികളും 20 സർക്കാർ വകുപ്പുകളും പങ്കെടുത്തു. റിയൽ എസ്റ്റേറ്റ്, അടിസ്ഥാന സൗകര്യങ്ങൾ, ധനകാര്യം, ടെലികമ്മ്യൂണിക്കേഷൻ, വിവരസാങ്കേതിക വിദ്യ, ഊർജം, വ്യവസായം, ടൂറിസം, വ്യാപാരം, നിക്ഷേപം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ 47 നിക്ഷേപ പദ്ധതികൾക്കായി 2400 കോടി റിയാലിലേറെ കരാറുകൾ ഒപ്പുവച്ചു. സൗദിയിലെ ഏറ്റവും വലിയ കരാർ കമ്പനികളിലൊന്നായ സൗദി ഓജർ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഇന്ത്യക്കാർ തങ്ങൾക്ക് ലഭിക്കാൻ ബാക്കിയുള്ള ആനുകൂല്യങ്ങൾക്കായി പ്രത്യേകം രജിസ്റ്റർ ചെയ്യണമെന്ന് റിയാദ് ഇന്ത്യൻ എംബസി അറിയിച്ചു. സാമ്പത്തിക പ്രശ്നം മൂലം 2016-ൽ അടച്ചുപൂട്ടിയതായിരുന്നു ഈ കമ്പനി. സൗദി ഓജർ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഇന്ത്യൻ ജീവനക്കാരുമായി ബന്ധപ്പെട്ട ആനുകൂല്യ കുടിശ്ശികകൾ വിതരണം ചെയ്യുന്നതിന് യൂസഫ് അബ്ദുൾ റഹ്മാൻ അൽ വൈലമിനെ ചുമതലപ്പെടുത്തിയതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ട ഇന്ത്യക്കാർ എംബസി നൽകിയിട്ടുള്ള ലിങ്കിൽ രജിസ്റ്റർ ചെയ്യണമെന്നും എംബസി അറിയിച്ചു. സൗദി ഓജർ കമ്പനിയിൽ 3500 മലയാളികൾ ഉൾപ്പെടെ 10,000-ഓളം ഇന്ത്യക്കാർ ജോലി ചെയ്തിരുന്നതാണ് കണക്ക്. തൊഴിലാളികളുടെ പ്രശ്ന പരിഹാരത്തിനായി ഇന്ത്യയിൽ നിന്നും അന്നത്തെ കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് വ്യക്തമായ ഇടപെടൽ നടത്തുകയും വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന VK സിംഗ് ജിദ്ദയിൽ വന്ന് കമ്പനി അധികൃതരുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. സൗദിയിലെ ബുറൈദയിൽ ബുറൈദ വാക്കിംഗ് എന്ന പേരിൽ പുതിയ കൂട്ടായ്മയ്ക്ക് രൂപം നൽകി. പ്രവാസികൾക്കിടയിൽ വ്യായാമമില്ലായ്മ, അതുമൂലം സംഭവിക്കുന്ന ഗുരുതര പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്നുള്ള മോചനം ലക്ഷ്യം വെച്ച് പ്രവാസികൾക്കിടയിലെ ആരോഗ്യ സംരക്ഷണം എന്ന ക്യാമ്പയിന് തുടക്കമിട്ടു. മലയാളികൾ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ പ്രവാസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. വെള്ളിയാഴ്ച ഒഴികെ എല്ലാ ദിവസവും രാവിലെ 5 മുതൽ 6:15 വരെയാണ് പരിശീലനം. സുലൈമാൻ മുഹമ്മദ് അൽ ഷുഹൈബി എന്ന സൗദി പൗരന്റെ നേതൃത്വത്തിൽ മലയാളിയായ മലപ്പുറം പുത്തന്നത്താണി സ്വദേശി ഇക്ബാലാണ് പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. മസ്കറ്റ് കണ്ണൂർ ഇൻഡിഗോ വിമാന സർവീസ് നിർത്തലാക്കുന്നു. ഈ മാസം 23-ന് ശേഷം ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് ട്രാവൽ ഏജൻസികൾ അറിയിച്ചു. ഇക്കഴിഞ്ഞ മെയ് മാസം പകുതിയോടെയാണ് കണ്ണൂരിൽ നിന്നും മസ്കറ്റ് വിമാന സർവീസ് ഇൻഡിഗോ ആരംഭിച്ചത്. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലായിരുന്നു സർവീസ്. സീസൺ അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് സർവീസ് നിർത്തലാക്കുന്നതെന്ന് ഇൻഡിഗോ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഒമാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് റീഫണ്ട് ലഭ്യമാക്കി തുടങ്ങിയിട്ടുണ്ട്. ഓണത്തിന് ഒരു റേഷൻ കാർഡിന് 20 കിലോ അരി കിലോയ്ക്ക് 25 രൂപ നിരക്കിൽ വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ. APL BPL വ്യത്യാസമില്ലാതെയാണ് അരി വിതരണം. വിപണിയിൽ വെളിച്ചെണ്ണ വില കുറച്ചുകൊണ്ടുവരാനുള്ള നടപടികൾ തുടരുകയാണെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണം ഈ മാസം 26 മുതൽ ആരംഭിക്കും. ഓഗസ്റ്റ് 26 മുതൽ സെപ്റ്റംബർ 4 വരെയാണ് സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണം. ആദ്യഘട്ടത്തിൽ AAY വിഭാഗത്തിനും ക്ഷേമ സ്ഥാപനങ്ങൾക്കുമാണ് വിതരണം ചെയ്യുക. 14 ഇന സാധനങ്ങൾ ഉൾപ്പെടുന്നതാണ് കിറ്റ്. കിലോയ്ക്ക് 25 രൂപ നിരക്കിൽ 20 കിലോ അരിയും ഓണത്തിന് ലഭ്യമാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സെപ്റ്റംബർ മാസത്തെ സബ്സിഡി സാധനങ്ങൾ ഓഗസ്റ്റ് മാസം മുതൽ വാങ്ങാൻ സാധിക്കും. ഇത് ആദ്യമായാണ് മുൻകൂറായി സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യുന്നത്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, സെപ്റ്റംബർ മാസത്തെ സബ്സിഡി സാധനങ്ങൾ ഓഗസ്റ്റ് 25 മുതൽ വാങ്ങുന്നതിനുള്ള അവസരം ജനങ്ങൾക്ക് നൽകുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഓഗസ്റ്റ് മാസം സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങിയ എല്ലാ കുടുംബത്തിനും സെപ്റ്റംബർ മാസത്തെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ അഡ്വാൻസ് ആയിട്ട് വാങ്ങാനുള്ള അവസരം കൊടുക്കുക. വെളിച്ചെണ്ണ വില പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. സബ്സിഡിയായി ലിറ്ററിന് 349 രൂപയ്ക്ക് നൽകുന്നത് ശബരി വെളിച്ചെണ്ണയാണ്. ഇതിന്റെ വില ഈ മാസം 25 മുതൽ വീണ്ടും കുറയുമെന്ന് മന്ത്രി പറഞ്ഞു. വെളിച്ചെണ്ണയുടെ വിൽപ്പനയുടെ കാര്യത്തിൽ സബ്സിഡി ഉൾപ്പെടെയുള്ള വെളിച്ചെണ്ണയുടെ വില ഓഗസ്റ്റ് 25 മുതൽ നമ്മുടെ ഓണച്ചന്ത ആരംഭിക്കുന്ന അന്ന് മുതൽ വീണ്ടും കുറയ്ക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണ്. തെരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് 50% വിലക്കുറവിൽ ലഭ്യമാക്കുമെന്നും മന്ത്രി GR അനിൽ അറിയിച്ചു. സപ്ലൈകോ ശബരി ബ്രാൻഡിലെ 5 പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ചു. എറണാകുളം ബോൾഗാട്ടി പാലസിൽ നടന്ന ചടങ്ങിൽ മന്ത്രി GR അനിൽ പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി. നടി റിമ കല്ലിങ്കൽ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി.
സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അശ്വതി ശ്രീനിവാസ്, ജനറൽ മാനേജർ VM ജയകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. സൂര്യകുമാർ യാദവ് ടീമിനെ നയിക്കും. മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ ഇടം നേടി. യുവതാരങ്ങളെയാണ് ഏഷ്യ കപ്പിനായി BCCI അണിനിരത്തുന്നത്. മത്സരങ്ങൾ 2020 ഫോർമാറ്റിൽ നടക്കുന്നതിനാൽ ഇത് ഏറെ ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. 15-അംഗ ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും 2020 ടീം നായകൻ സൂര്യകുമാർ യാദവും മുംബൈ BCCI ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം. ടെസ്റ്റ് ടീം നായകൻ ശുഭ്മൻ ഗില്ലാണ് വൈസ് ക്യാപ്റ്റൻ. മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിച്ചു. സഞ്ജുവും അഭിഷേക് ശർമ്മയും ഓപ്പണർമാരായി ഇറങ്ങും. തിലക് വർമ്മയും റിങ്കു സിംഗും ബാറ്റിംഗ് നിരയിലുണ്ട്. സ്പിന്നർമാരായി കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി എന്നിവർ ടീമിലെത്തിയപ്പോൾ ഇംഗ്ലണ്ടിൽ തിളങ്ങിയ വാഷിംഗ്ടൺ സുന്ദറെ പരിഗണിച്ചില്ല. ജസ്പ്രീത് ബുംറയും ടീമിലുണ്ട്. അർഷ്ദീപ് സിംഗിനും ജസ്പ്രീത് ബുംറയ്ക്കുമൊപ്പം മൂന്നാം പേസറായി ഹർഷിത് റാണ ടീമിലെത്തിയപ്പോൾ പ്രസിദ്ധ് കൃഷ്ണ പുറത്തായി. പേസ് ഓൾറൗണ്ടറായി ഹാർദിക് പാണ്ഡ്യയും ശിവം ദുബെയും സ്പിൻ ഓൾറൗണ്ടറായി അക്സർ പട്ടേലും ടീമിലുണ്ട്. യശസ്വി ജയ്സ്വാളിനെയും ശ്രേയസ് അയ്യരെയും ടീമിൽ നിന്ന് ഒഴിവാക്കി. അടുത്ത മാസം 9-നാണ് ടൂർണമെന്റ് ആരംഭിക്കുക. UAE ആണ് വേദി. 6 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ ആകെ 19 മത്സരങ്ങളാണുള്ളത്. ഇന്ത്യയും പാകിസ്ഥാനും UAEയും ഒമാനും ഒരേ ഗ്രൂപ്പിലാണ്. 28-നാണ് ഫൈനൽ. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. അടുത്ത മാസം ആരംഭിക്കുന്ന വനിതാ ഏകദിന ലോകകപ്പിനും ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുമുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ഹർമൻപ്രീത് കൗർ നയിക്കുന്ന ടീമിൽ സ്മൃതി മന്ദാനയാണ് വൈസ് ക്യാപ്റ്റൻ. വെസ്റ്റ് ഇൻഡീസിനെതിരായ പരമ്പരയിൽ മികവ് കാട്ടിയ ഹർലീൻ ഡിയോളും ടീമിൽ ഇടം നേടി. ഓസ്ട്രേലിയക്കെതിരെ തിളങ്ങിയ മലയാളി താരം മിന്നുമണി ഉൾപ്പെടെ ഒരു മലയാളിയും ടീമിൽ ഇടം നേടിയില്ല. ഷെഫാലി വർമ്മയെയും തഴഞ്ഞു. നീതു ഡേവിഡിന്റെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റിയാണ് ടീം പ്രഖ്യാപനം നടത്തിയത്. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.